ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരെയും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കണേ. ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് കൂട്ടുകാർ കമൻസിലൂടെ ഒക്കെ ചോദിക്കുകയുണ്ടായി, എന്താണിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാത്തത്, സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ അറിയുന്ന ചില കൂട്ടുകാർക്കൊക്കെ അറിയാം, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് സ്റ്റൊമക്ക് ക്യാൻസറാണ്. 2022 മെയ്യിലാണ് എൻ്റെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. 8 കീമോ, ഒരു കീഹോൾ സർജറി, ഒരു മേജർ സർജറി, അതായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ്. സർജറിയിലൂടെ എൻ്റെ ആമാശയം 80% റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗവും അന്നനാളവും കൂടി ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടെങ്കിലും എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. പിന്നെ സദാപോലെ തന്നെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. വീട്ടിലെ അത്യാവശ്യ ജോലികളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അത്യാവശ്യ യാത്രകളെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പിന്നീട് ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ട്, ഞാനിങ്ങനെ ഫാഷൻ ഡിസൈനറാണ്, എനിക്കെൻ്റെ ജോലി തുടരാമോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ സാറിന് കുഴപ്പമൊന്നുമില്ല, നോർമൽ ലൈഫാണ്, മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകാമെന്നാണ്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ഒരു പ്രയാസവും ഇല്ലാതെ പണ്ടെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ കഴിഞ്ഞ ഏപ്രിലിൽ എനിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി. അതായത് എനിക്ക് ചില സമയത്ത് ഫുഡ് ജസ്റ്റ് ഒന്ന് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് വന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് CT എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എടുത്ത് അതിൽ എൻ്റെ സ്റ്റൊമക്കിൽ വീണ്ടും അസുഖം വന്നതായും അത് ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്തതായിട്ട് കണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ അസുഖം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നല്ലോ. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഒരുപാട് ഭാരിച്ച ട്രീറ്റ്മെൻറ്റാണ് നിർദ്ദേശിച്ചത്. വീണ്ടും കീമോ സ്റ്റാർട്ട് ചെയ്യണം. കീമോ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഞ്ചക്ഷനും എടുക്കണം. സർജറി എനിക്ക് പോസിബിൾ അല്ല എന്നെല്ലാം ഡോക്ടർ നിർദ്ദേശിച്ചു. ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് അറിയാലോ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ചിലവേറിയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ അസുഖം വന്ന് അതും അത്രയും ഭാരിച്ചൊരു ചിലവൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം നേടി. എല്ലാവരും ഞങ്ങൾക്ക് ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നിർദ്ദേശിച്ചത്. അതുകൂടാതെ തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു ക്യാൻസറും കൂടെ ആയതുകൊണ്ട് കുറച്ച് അപകടമാണെന്നും കൂടെ ഡോക്ടർ നിർദ്ദേശിച്ചു. പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ അപകടമാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പെട്ടെന്ന് MBR ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി. ഇമ്മ്യൂണോതെറാപ്പി ഇഞ്ചക്ഷൻ ഏത് മെഡിസിനാണ് എൻ്റെ ശരീരത്തിൽ മാച്ച് ആവുന്നതെന്നുള്ള ടെസ്റ്റിന് അയച്ചു. അപ്പോൾ എൻ്റെ റിസൾട്ട് HER2 പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനാണ് കേട്ടോ ഡോക്ടർ നിർദ്ദേശിച്ചത്. അങ്ങനെ ഫസ്റ്റ് കീമോയുടെ കൂടെ ഇഞ്ചക്ഷൻ എടുത്തില്ല, രണ്ടാമത്തെ കീമോയുടെ കൂടെ തന്നെ ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 കീമോയും 6 തെറാപ്പി ഇഞ്ചക്ഷനും കഴിഞ്ഞ്. കീമോയുടെ സമയത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കുറച്ച് ദിവസങ്ങൾ എനിക്ക് 48 മണിക്കൂർ കണ്ടിന്യൂ കീമോ ആണ്. 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് നിൽക്കും. ശേഷം വീട്ടിൽ വന്നാലും 2-3 ദിവസം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങോട്ട് ശരിയാവും. അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്.